2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തൊന്നും നൽകിയിട്ടില്ലാത്ത മികച്ച പുതുവർഷ സമ്മാനമാണ് നൽകുന്നത്. ദേശവും ഭാഷയും കടന്ന മലയാള സിനിമ ആഘോഷിക്കപ്പെടുകയാണ്. വെറും 3 മാസമുള്ളിൽ 4 സിനിമകളാണ് 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുന്നത്. പ്രേമലു, ഭ്രമരകം, മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളാണ് കയ്യിലേന്തിയ ബാറ്റൺ ഏറ്റവും ഒടുവിൽ ആടുജീവിതത്തിലാണ് എത്തിയിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 16 കോടിയിലെ കളക്ട് ചെയ്ത ആടുജീവിതം അതിവേഗം 50 കോടി ക്ലബ്ബിൽ എത്തിയ ചിത്രമെന്ന റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ ഇന്നലെ വരെ 46 കോടിയോളം കളക്ട് ചെയ്ത ചിത്രം ഇന്നത്തെ അഡ്വാൻസ് ബുക്കിംഗ് കൂടി കൂട്ടുമ്പോൾ 50 കോടി ക്ലബ്ബിലേക്ക് കടന്നുവെന്നാണ് പ്രമുഖ ട്രെൻഡിങ് അനലിസ്റ്റുകളുടെ വിലയിരുത്തലുകൾ. അതിവേഗം 50 കോടി ക്ലബ്ബിലെത്തിയ രണ്ടാം സ്ഥാനത്ത് ലൂസിഫറാണ്. അപ്പോൾ മോഹൻലാൽ നായകനാക്കി പ്രത്യേക സംവിധാനം ചെയ്ത ചിത്രമാണ് ഈ ചിത്രം. 4 ദിവസം കൊണ്ടാണ് 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയത്. 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബ്ബിലെത്തിയ ദുൽഖർ സൽമാൻ്റെ കുറുപ്പും 6 ദിവസം കൊണ്ട് ഈ നേട്ടം സ്വന്തമാക്കിയ അമൽനിരൻ മുട്ടി ഒന്നിച്ച വിശ്വകർമ്മം 7 ദിവസം കൊണ്ട് 50 കോടി നേടിയ രണ്ടായിരം ബന്ധങ്ങളാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ. മഞ്ഞുമൽ ബോയ്സ് 7 ദിവസത്തിലാണ് 50 കോടിയിലെത്തിയത്. നിൻപോളി റോഷൻ ആൻഡ്രൂസ് കൂട്ടുകളിലെ കായംകുളം കൊച്ചുണ്ണി 15 ദിവസത്തിനുള്ളിലായിരുന്നു ചിത്രം 50 കോടി ക്ലബ്ബിൽ കയറിയത്. അതേസമയം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ 50 കോടി ക്ലബ്ബുള്ളത് മോഹൻലാലിൻ്റെ പേരിലാണ്. മോഹൻലാൽ നായകനായ ദൃശ്യമാണ് ആദ്യമായി മലയാളത്തിൽ 50 കോടിയിലെത്തിയത്. ഇതിന് പിന്നാലെ ഒപ്പം, മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ, ഒടിയൻ, പുലിമുരുകൻ, ലൂസിഫർ, നേരി എന്നീ ചിത്രങ്ങൾ 50 കോടി ക്ലബ്ബിൽ തൊട്ടു. 50 കോടി ക്ലബ്ബ് എന്ന പോലെ തന്നെ മലയാളത്തിൽ ആദ്യമായി 100-150 കോടി ചിത്രങ്ങളും മോഹൻലാലിൻ്റെ പേരിലാണ്. മമ്മൂട്ടി, കണ്ണൂർ സ്ക്വാഡ്, വിശ്വകർമ്മം, ഭ്രമയം എന്നീ ചിത്രം 50 കോടി ക്ലബ്ബിലുള്ളത്. പൃഥ്വിരാജിൻ്റെ എന്ന് നിന്റെ മൊയ്തീൻ, ജനഗണമന, ആടുജീവിതം എന്നിവയാണുള്ളത്. ദിലീപിൻ്റെ 2 കൺട്രീസ്, രാമലീല എന്നീ ചിത്രങ്ങൾ 50 കോടി ക്ലബ്ബിൽ പിന്നിട്ടിട്ടുണ്ട്. സൗബിൻ്റെ മഞ്ഞുമൽ ബോയ്സ്, രോമാഞ്ചം എന്നീ സിനിമകളും മൾട്ടിസ്റ്റാർ ചിത്രമായ 2012 ബാംഗ്ലൂർ ഡേയ്സ്, വൈറസ് എന്നിവ 50 കോടി ക്ലബ്ബിൽ എന്ന നേട്ടം സ്വന്തമാക്കി. 200 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മഞ്ഞുമൽ ബോയ്സ് ആണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ.